അസ്സലാമു അലൈക്കും. മുതലാളി ഇന്ന് എന്നോട് പറഞ്ഞു റാഷ് ശർമാൻ ഇന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാന്ന്. ഞാൻ പറഞ്ഞു അതിനെന്താ മുതലാളി, നമ്മക്ക് ഫുഡ് ആക്കാലോന്ന്. മുതലാളി ചോദിച്ച് എന്തുണ്ടാക്കുന്നേ. ഞാൻ പറഞ്ഞു മുട്ട ബിരിയാണി ആക്കാന്ന്. എന്നാൽ പോയിക്കോ, മുട്ട ബിരിയാണി ആക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ ഓയിലൊക്കെ ചൂടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്, കുറച്ച് ഉള്ളിയിട്ട് അതങ്ങ് വാട്ടാൻ തുടങ്ങി. അത് കുറച്ച് കറകറാന്നിങ്ങനെ വാട്ടിയിട്ട് അതിലേക്ക് വേണ്ട മസാലകൾ, കറാമ്പൂ, പട്ട, ഏലക്കി, അത് ഇതൊക്കെ ഇട്ട് എല്ലാം മിക്സാക്കി. അത് കഴിഞ്ഞപാട് ഞാൻ എന്താക്കി, അത് അങ്ങനെ വെള്ളം നല്ല ചൂടാവാൻ തുടങ്ങി. ചൂടായിട്ടാകുമ്പോഴേക്കാണ് മക്കളെ നാരങ്ങിട്ടിട്ടൊന്ന് അടുപ്പെല്ലാം ഒന്ന് ചട്ടിയൊക്കെ മൂടി വെച്ച്. പിന്നെ അല്പം തിരക്കായത് കൊണ്ട് ഞാൻ അരിയൊന്നും ഞാൻ ആർക്കും കാണിച്ചില്ല. പിന്നെ മസാലക്കുള്ള ചട്ടി വെച്ച് അതിലേക്ക് കറിവേപ്പില, ഉള്ളിയൊക്കെ ഇട്ട് മസാലയാക്കണമല്ലോ, മുട്ട ബിരിയാണിക്കുള്ള മുട്ട മസാല. അങ്ങനെ മുട്ടക്കുള്ള ഉള്ളിയൊക്കെ കായ്ക്കാൻ തുടങ്ങി. കായ്ച്ചിട്ട് അതിലേക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഞാൻ പൊടികളൊന്നും ഇടുന്ന വീഡിയോ ആർക്കും ഇട്ടിട്ടില്ല. അങ്ങനെ എല്ലാം മിക്സാക്കി. പിന്നെ ബിരിയാണി അവിടെ ആയിട്ട് ചോറായിട്ട് അതിനെ ദമ്മിലേക്ക് വെച്ച് മുട്ട പുഴുങ്ങാൻ വെച്ച്. ഓക്കെ, അങ്ങനെല്ലാം കഴിഞ്ഞ് ചോറ് റെഡിയായി, മസാല റെഡിയായി, മുട്ട പുഴുങ്ങി എല്ലാം ഒക്കെ റെഡിയായി. മുതലാളി കണ്ടിന്ന് നെട്ടണം, മുട്ട ബിരിയാണി. ഓക്കെ, മുട്ട ബിരിയാണി അതിന് അവസാനം ഞാൻ ദമ്മിലിട്ടാൻ തുടങ്ങി. നല്ലൊരു കച്ചമ്പറുണ്ടാക്കിന്, കാസർഗോഡിൻ്റെ മുത്തുമാണിക്കക്കല്ല് പോലത്തെ ഒരു കച്ചമ്പറുണ്ടാക്കിന്. അപ്പം മുതലാളിക്കൊരു ബിരിയാണി.